ഹലോ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം ചെയ്തെടുക്കാനായിട്ട് നമുക്കിതുപോലെ സൂചിയിൽ നൂല് കോർത്തെടുക്കുക. അതുപോലെ ചെറിയൊരു കഷ്ണം ഇലാസ്റ്റിക് ഒന്ന് വേണം. ഒരു 6 ഇഞ്ചോ അത് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. അതുപോലെ 3 ഇഞ്ച് വിഡ്ത്തും 20 ഇഞ്ച് ലെങ്ത്തും ഉള്ള ഇതുപോലുള്ള നെറ്റിൻ്റെ പീസ് ഒരു 5 എണ്ണം നമുക്ക് വേണം. ഇതേ അളവിൽ തന്നെ ഒരു 5 എണ്ണം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നെറ്റ് പീസ് ഒരുപോലെ മടക്കി 3 ഇഞ്ച് അടയാളപ്പെടുത്തി അതേ ലെങ്ത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ 5 പീസും ഒരേപോലെ നമുക്ക് ഒന്നിൻ്റെ മുകളിൽ ഒന്നായി ഇതുപോലെ ഒന്ന് അടുക്കി വെച്ച് കൊടുക്കാം. ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ടിത് തെന്നി മാറാതെ നമുക്ക് ഒരു പിൻ വെച്ച് ഇതുപോലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലൊന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമുക്കൊരു സെൻറ്റർ കണ്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റിച്ചെന്ന് ഞാൻ ഉദ്ദേശിച്ച കൈത്തുന്നലാണ് റണ്ണിങ് സ്റ്റിച്ച്. നമ്മളിതുപോലെ ഒന്ന് സാധാരണ നമ്മൾ തുന്നൽ ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുന്ന പോലെ ഇതുപോലെ എൻഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കാം. അപ്പോൾ നൂല് കെട്ടിടാനായിട്ട് മറക്കരുത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സെൻറ്ററിൽ കൂടി തന്നെ ആ 5 പീസും സൂചിയിൽ കൊള്ളുന്ന വിധത്തിൽ വേണം നമ്മളിതുപോലെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലൊക്കെ ചെയ്തെടുക്കാം. ഇത് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് കട്ട് പീസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ ചെയ്തെടുത്ത് ഇതൊരു വരുമാന മാർഗവും ആക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഇത് ഉപയോഗിച്ച് കണ്ട് മറ്റുള്ളവർ ഇതുപോലെ ചെയ്ത് കൊടുക്കാനൊക്കെ പറയുകയാണെങ്കിൽ ഒരു നിശ്ചിത ഒരു പൈസ നമുക്ക് പറഞ്ഞ് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഇലാസ്റ്റിക്കിന് നമ്മൾ ചെയ്തെടുക്കാനുള്ള ആ ഒരു എഫർട്ടും കണക്കിലെടുത്ത് നിങ്ങൾക്ക് യോജിക്കുന്ന രീതിയിൽ നമുക്ക് പൈസയ്ക്ക് ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് എൻഡ് വരെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു എൻഡിൽ നിന്നും ആ ഒരു നൂല് ഫുള്ളായിട്ട് വലിച്ചെടുത്തിട്ട് അപ്പുറത്തെ ആദ്യം ആ സ്റ്റാർട്ടിങ് ചെയ്ത ആ ഒരു എൻഡിലോട്ട് ഈ സൂചി പിന്നെയും നമ്മളൊന്ന് കുത്തിയെടുത്തിട്ട് അതൊന്ന് രണ്ടും കൂടി യോജിപ്പിച്ച് ഇതുപോലെ ഒന്ന് സൂചി ഒന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുക. 2 എൻഡും കൂടി ഇപ്പോൾ ഒരുപോലെ നമ്മൾ ഈ എൻഡിൽ നിന്ന് അപ്പുറത്തെ എൻഡിലോട്ട് ആ സൂചി കുത്തിയെടുത്ത് ഇപ്പോൾ രണ്ടും ഇതുപോലെ നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്നുകൂടി ഒന്ന് ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് വീണ്ടും ഒന്ന് തുന്നിയെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് വലിച്ച് ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നൂല് പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. എന്നിട്ടിത് നല്ല രീതിയിൽ തന്നെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ബാലൻസ് ഉള്ള നൂലൊന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് എല്ലാ നെറ്റ് പീസും ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ പീസായിട്ട് ഇതുപോലെ നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വരാം. അപ്പോൾ എല്ലാം ഓരോന്നിൻ്റെയും ഉള്ളിൽ നിന്ന് ആ ഓരോ നെറ്റ് പീസുകളും നമുക്കിപ്പോൾ 5 ലെയർ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു ബൺ ഷേപ്പിലുള്ള ഇതുപോലുള്ളൊരു ഫ്ലവർ ഷേപ്പിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എക്സസ് ആയിട്ട് നമുക്ക് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് കത്രിക ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് കറക്റ്റ് ആ ഒരു ബോൾ ഷേപ്പിൽ തന്നെ നമുക്കിത് മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കിത് ഈ ഇലാസ്റ്റിക് ആദ്യം 2 എൻഡും തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിച്ച് ഒന്ന് തുന്നിയെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതുപോലുള്ള ബുഷൊക്കെ ഉണ്ടെങ്കിൽ അതിന്മേ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ ചെറിയ നമുക്ക് ബ്ലാക്ക് കളറിലുള്ള ചെറിയ ബുഷൊക്കെ നമുക്ക് പാക്കറ്റിൽ 10 എണ്ണം അങ്ങനെയൊക്കെ ആയിട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതുപോലുള്ള ഇത് മേടിച്ച് നമുക്ക് ഇതുപോലുള്ള ഫ്ലവറൊക്കെ ഉണ്ടാക്കി തുന്നി യോജിപ്പിച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലെ ആദ്യം ഇലാസ്റ്റിക്കിൻ്റെ എൻഡുകൾ തമ്മിൽ ആദ്യം ഒന്ന് തുന്നിയെടുത്ത് നല്ല രീതിയിലൊന്ന് കെട്ടിയിട്ട് യോജിപ്പിച്ചതിന് ശേഷം ആ ഒരു ഭാഗം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഭാഗത്തോട് ഏതെങ്കിലും ഒരു എൻഡിലോട്ട് വെച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് കെട്ടിട്ട് കൊടുത്ത് വിട്ടു പോകാത്ത രീതിയിൽ നല്ല രീതിയിലൊന്ന് തുന്നി യോജിപ്പിച്ച് വയ്ക്കാം.
അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ തന്നെ ഇതുപോലെയുള്ള ഹെയർ ബാൻഡും ഹെയർ ബണ്ണൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ സന്തോഷമാവും. അപ്പോൾ എല്ലാവരും കട്ട് പീസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഈ ഇലാസ്റ്റിക് ഇല്ലാതെ നമ്മളിത് ചെയ്തെടുത്ത് നമുക്ക് ഫ്രോക്കിലൊക്കെ നമുക്ക് ഫ്ലവറായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.